എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ലൈറ്റിൻ്റെയൊക്കെ ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഭയങ്കര വെട്ടം കണക്കൊക്കെ തോന്നുന്നു. നിങ്ങളെല്ലാം സുഖമായിരിക്കുന്നല്ലേ? അപ്പം നമുക്ക് മാങ്ങയുടെ പരിപാടിയിലോട്ട് പോകാം. അപ്പം മാങ്ങയെല്ലാം നമ്മൾ തറയിൽ വീണ് നമ്മൾ മാങ്ങ പിച്ചിച്ചായിരുന്നു കേട്ടോ, അതെല്ലാം തറയിൽ വീണ് ടൈലിൻ്റെ പുറത്ത് വീണ് എല്ലാം പൊട്ടി. അപ്പോൾ അത് നമുക്ക് കടുമാങ്ങയൊക്കെ ഇടുന്നതിനൊക്കെ ഒരു ഇതുണ്ടല്ലേ. അപ്പം ഞാൻ അത് വെച്ച് ആ മാങ്ങ, അത് നല്ല ഫ്രഷ് മാങ്ങ തന്നെ, എന്നാൽ പഴുക്കാത്ത മാങ്ങയെന്നുള്ള ആ മാങ്ങ വെച്ച് ഞാൻ 2 വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്. നമുക്കതിലേക്ക് പോകാം. ഞാൻ ഓൾറെഡി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം. ഓക്കെ. മഴയ്ക്ക് മുമ്പേ മാങ്ങ പിച്ചുന്ന തിരക്കിലാണ് ചേട്ടനും പൊടിമോനും. ഇപ്പം മുകളിൽ നിന്ന് പിച്ചുന്ന മാങ്ങ താഴെ നിന്ന് നെറ്റിൽ പിടിച്ച് തറ വീണ് പൊട്ടാതിരിക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നെറ്റ് വെച്ച്. പക്ഷെ എന്നിട്ടും കുറേയൊക്കെ തറയിൽ വീണ്, അല്ലാതെ പിടിച്ചിടയ്ക്കും തറയിൽ തെറിച്ച് വീണ് പൊട്ടിയ കുറേ മാങ്ങയാണ് ഞാൻ ഇന്നത്തെ 2 വിഭവങ്ങളായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പം അത് 3-4 പ്രാവശ്യമായിട്ട് കുടുംബം പിച്ച് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്കും അതിൻ്റെയൊക്കെ ഒരു ഓഹരിയൊക്കെ കിട്ടും. ഞങ്ങൾക്ക് ഇച്ചിരി പൊട്ടിയതും എല്ലാം ഞങ്ങൾക്ക് അധികമൊക്കെ കുറേ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തുനിന്ന് ഇപ്പോൾ പൊട്ടിയ മാങ്ങയൊക്കെ നമുക്ക് ആർക്കും കൊടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് ഞാൻ കുറേയൊക്കെ കടുമാങ്ങയൊക്കെ ഉണ്ടാക്കി, പിന്നെ കുറച്ച് ഇങ്ങനെ ഈ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കും. ഇനിയും നിങ്ങളെ ഞാൻ ഓരോന്ന് കാണിച്ചൊക്കെ തരും കേട്ടോ. നമ്മളെ ബജിമുളകൊക്കെ കണ്ട നിറയെ പൂത്ത് വയ്ക്കുന്നുണ്ട്. ഇന്നെല്ലാം ഇനി പൊരിച്ചെടുക്കണം. സാമ്പാറിനകത്തൊക്കെ ഇടാനൊക്കെ വളരെ നല്ലതാണ്. അതേ കണക്കിന് നമ്മളെ പിരിമുളകൊക്കെ ഒരുപാട് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു കിലോ അനുസരിച്ച് പൊടിമോൻ പിച്ചി എടുത്തായിരുന്നു. ഞങ്ങൾക്കും എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കും കേട്ടോ. പിച്ചുന്നതൊക്കെ അതിലോരി ഞങ്ങൾക്കും കിട്ടും. കണ്ട ദൂരെ നിന്നൊക്കെ ഇങ്ങനെ വരിക. പുളിമാങ്ങയാണ് കയ്യിലിരിക്കുന്ന അത്രയും. പുളിമാങ്ങ തിന്നതിന് ഒരു മടിയില്ല പിക്കുന്. അങ്ങനെ വരിക. അപ്പോഴാണ് പിന്നെ ഉടനെ അങ്ങോട്ട് ചാറ്റൽ മഴ തുടങ്ങി. മഴ ചാറി നിറഞ്ഞ് എല്ലാം അകത്ത് കയറാൻ പറഞ്ഞിട്ട് കയറത്തില്ലെന്ന് പറഞ്ഞ് 2 പേരും കൂടെ പോയി റെയിൻകോട്ട് ഇട്ടുകൊണ്ട് വരിക. അപ്പം മഴ 2 എണ്ണത്തിനും മഴ വീക്ക്നെസ്. എനിക്കും അത് കണക്ക് തന്നെ മഴ. എൻ്റെ മക്കളും എല്ലാം അങ്ങനെ തന്നെ. മഴ വന്നാൽ പിന്നെ അവർക്ക് മഴയത്ത് കുളിക്കണം, മഴയത്ത് കിടന്ന് എന്തൊക്കെയാണ് കാണിക്കുന്നത്. ഈ കുഞ്ഞുങ്ങൾ മോനുള്ളപ്പോഴാണ് ഇപ്പോൾ ഇവരും എല്ലാവരും കൂടെ ഒന്നിച്ച് വലിയ മഴ വരുമ്പം ഇരുന്ന് എല്ലാവരും കൂടെ ഓടി പിന്നെ കളിക്കുകയും കുളിക്കുകയും എല്ലാം ചെയ്യും. ആ ചാച്ചൻ അങ്ങോട്ട് ചെല്ലലേന്ന് പറയുക. ഞാൻ ചെല്ലുമെന്ന്. ഇപ്പം മാങ്ങ എങ്ങനെ തലയിലെങ്ങനെ വീണാലോ പറയുമ്പോൾ പറയും ഞാൻ തിരിച്ച് ചെല്ലുമെന്നൊക്കെ പറഞ്ഞിങ്ങനെ നിന്ന് സന്തോഷം രേഖപ്പെടുത്തുക 2 എണ്ണം കൂടെ മഴയത്ത് നിന്ന് കേട്ടോ. നമ്മൾ ഇന്നലെ മാങ്ങ പിച്ചിയപ്പോൾ കുറേയൊക്കെ അടന്ന് വീണ്. അപ്പം അത് വെച്ച് നമുക്കൊരു അടിപൊളിയൊരു സാധനം ഉണ്ടാക്കാം. ഓക്കെ. ഒരു പാത്രം നിറച്ചുണ്ടായിരുന്നു. കുറച്ചൊക്കെ നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കാണിച്ചു. നമ്മളെ മാങ്ങ തൊലിയൊക്കെ ചെത്തി നല്ലതുപോലെ കഴുകിയെടുക്കാം. എന്നിട്ട് കഴുകിയാണ് നല്ല വൃത്തിയാണ് നമുക്കത് കഴുകിയെടുക്കാം. ഓക്കെ. മാങ്ങയെല്ലാം ഇങ്ങനെ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ സെലിന് എന്നെ സഹായിച്ചു തരാമെന്ന് പറഞ്ഞ് ഇപ്പം അരിയൊക്കെ നടക്കുകയാണ്. നീളത്തിലൊക്കെ ഇങ്ങനെ അരിഞ്ഞെടുക്കാൻ എൻ്റെ കൈക്കൊരു ഇച്ചിരി വേദന ഉണ്ടായിട്ടുണ്ടാകും. നമ്മളുടെ ഈ അടന്നു വീണ മാങ്ങയല്ല, മേളിൽ നിന്ന് പിച്ചിക്കൊണ്ടിരുന്നപ്പം തറയിൽ വീണ് പൊട്ടിയ മാങ്ങയാണിത് കേട്ടോ. അതുകൊണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് നമുക്കൊരു വിഭവം ഉണ്ടാക്കാം. നമ്മുടെ സെലിൻ നമ്മളെ സഹായിക്കുകയാണ്. ഓക്കെ. ഇങ്ങനെ മാങ്ങയൊക്കെ ഇന്നലെ പിച്ചിയതാണ് കേട്ടോ. കുറേ തറയിൽ വീണത് ഞാൻ പറഞ്ഞല്ലേ, പിച്ചി ഒഴിക്ക് തറയിൽ വീണ്. നമ്മളെ ഈ ടൈലല്ലേ, അതുകൊണ്ട് ആ തറയിൽ വീണ് കുറേയൊക്കെ പൊട്ടിപ്പോയി. എന്തൊരു സൂപ്പർ മാങ്ങയെന്നറിയാമോ, വായിലിട്ടാൽ അലിഞ്ഞു പോകും. പഴുത്ത മാങ്ങ വെച്ച് ഞാൻ പിന്നെ നിങ്ങളെ ഒരു കാണിച്ചു തരാം. കണ്ടല്ലോ. സെല്ലിൽ നമ്മളുടെ മാങ്ങയെല്ലാം ഇങ്ങനെ അരിഞ്ഞ് തന്നിട്ടുണ്ട്. എല്ലാം നമ്മൾ മാങ്ങ തറയിൽ വീണ് പൊട്ടിയ മാങ്ങയാണ് ഇത് കേട്ടോ. ഇതിൻ്റെ അളവും കാര്യങ്ങളൊന്നും പറയാനൊക്കത്തില്ല. കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു. നമുക്ക് കുറേയൊക്കെ പൊട്ടിപ്പോയതൊക്കെ കുറച്ചൊക്കെ കളയേണ്ടി വന്നു കേട്ടോ. അപ്പം നമ്മൾ ഇതിപ്പോൾ 2 പാത്രത്തിലും കൂടെ ഇത്രയും ഉണ്ട്. പ്രത്യേക സൈസിലെ മാങ്ങ ഇത് കേട്ടോ. നമ്മൾ പച്ചയ്ക്ക് ആയാലും നമുക്ക് വലിയ പുളിയില്ല, നമുക്ക് തിന്നാൻ നല്ല രസമാണ്. ഞാൻ ഇതിനെ
ഉപ്പും മുളകും ഒക്കെ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. അല്ലാതെ തന്നെ അതിൽ മാങ്ങ ഇങ്ങനെ നമുക്ക് കടുമാങ്ങ പോലെ അരിഞ്ഞ് അന്നേരം കടുവൊന്നും വറുക്കാതെ ഇച്ചിരി മുളക് പൊടിയൊക്കെ ഇട്ട് തിന്നാനും അടിപൊളിയാണ്. പീക്കുവിനൊക്കെ സ്ഥിരം അതാണ് ജോലി. ഇങ്ങനെ അനിയ മാങ്ങയെല്ലാം പിച്ചി നമുക്കൊരു കുക്കറെടുത്ത് ഇതിലേക്ക് ഈ മാങ്ങ നമുക്ക് തട്ടിയിട്ട് കൊടുക്കാം. ഓ ആ പച്ചമാങ്ങയാണോ എന്ന് ചോദിച്ചാൽ പച്ചമാങ്ങയല്ല, പഴുത്ത മാങ്ങയാണോ എന്ന് ചോദിച്ചാൽ പഴുത്ത മാങ്ങയല്ല. നമുക്കിത് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. ഇതിനകത്ത് വെള്ളം ഒഴിക്കാം. ഞാൻ നികക്ക വെള്ളം ഒഴിച്ച് ഇത് നമ്മൾ അടുപ്പിൽ വെച്ച് ഓ കുറച്ച് എന്തോ കയ്യിൽ കുട്ടി തിന്നാ കൈ എഴുവാൻ പോയാണോ? ഉപ്പും മുളകും കൂട്ടി വേണമെന്ന് പറഞ്ഞ് ഞാനങ്ങനെ കുറച്ച് ഇട്ട് കൊടുത്തതാണ്. അപ്പം അത് കുറച്ച് തിന്നിട്ട് കൊണ്ട് വെച്ചിരിക്കുക കേട്ടോ. ഭയങ്കര രസം ഇങ്ങനെയൊക്കെ കഴിക്കാൻ കേട്ടോ. പീക്കുവാണ് ഇതിൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ. ഓക്കെ, നമ്മുടെ മാങ്ങ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാം. ഓക്കെ, നമ്മുടെ മിക്സിയും എല്ലാം നല്ല വെളുത്തിച്ച് ഉണക്കിയതായിരിക്കണം കേട്ടോ. വെള്ളം നനവൊന്നും വരാൻ പാടില്ല. ഇതെല്ലാം കണ്ട വെന്ത് നല്ല നമ്മൾ നിറക്കെ വെള്ളം ഒഴിച്ചതുകൊണ്ട് കാര്യമായി. ഇനി പെട്ടെന്ന് നമുക്കിത് കോരിയിട്ട് നല്ല വെന്ത് കേട്ടോ. ചിലത് ഇച്ചിരി പച്ച കളറായിരുന്നു. നല്ല പോലെ നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരും. ഇച്ചിരി തോനെയുണ്ട് കേട്ടോ. ഓരോരുത്തർ പട്ട ഗ്രാമ്പു ഏലക്കയൊക്കെ ഇടാം, പക്ഷെ ഞാനൊന്നും ഇട്ടില്ല. മാങ്ങയുടെ തന്നെ മണത്തിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ വേറെ അതിനകത്ത് പട്ടയോ ഏലക്കയോ ഒന്നും ഇടുന്നില്ല കേട്ടോ. നമുക്കിത് നല്ലതുപോലെ എല്ലാം അരച്ചുകൊണ്ട് വരാം. ഓക്കെ, ചീനി പോലെ നമ്മൾ മാങ്ങ അരച്ചിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കും. നമ്മൾ മാങ്ങയെല്ലാം അടിച്ച് അതിൻ്റെതായ പൾപ്പൊക്കെ ഇത്രയുണ്ട്. ഞാൻ 2 വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം. നമുക്കിപ്പം എനിക്കിപ്പം മാങ്ങയുടെ ഒന്നും അളവ് കുറേ പൊട്ടിയതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്കിതിനനുസരിച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് നമുക്കെടുക്കാം കേട്ടോ. എനിക്ക് കൃത്യമായിട്ടൊരളവ് പറയാൻ അറിയത്തില്ല. അപ്പം നമ്മൾ മധുരമൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഈ വിഭവം ഉണ്ടാക്കാം. ഓക്കെ, ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു 3/4 കിലോ പഞ്ചസാരയോളം ഉണ്ട്. കാരണം നമുക്ക് സാധനം തോഴണേ ഉണ്ട്. ഇത് മാത്രം പോരാ, ഇതിലേയും കുറച്ചും കൂടെ വേണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു 1 കപ്പ് വെള്ളമോളം ഞാൻ ചേർക്കും. പിന്നെ നമ്മൾ ചേർക്കാം. നമുക്കിനി നാരങ്ങ വേണം. നാരങ്ങയുടെ നീര് നമ്മളെ ഈ പഞ്ചസാര ഒരുമാതിരി കട്ടിയായി പോകാതിരിക്കാനും എല്ലാം വേണം. നമുക്ക് ഈ നാരങ്ങ നേരത്തെ എല്ലാം റെഡിയാക്കി വെച്ചേക്കാം. നമ്മൾ മാങ്ങ പൾപ്പ് കൊണ്ട് രണ്ട് വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ സമയത്തൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് വെച്ചാൽ നമുക്ക് മാങ്ങയൊക്കെ കഴിയുമ്പോഴും നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ പഞ്ചസാര ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു നൂൽപ്പരുവൊന്നും ആവണ്ട. നമുക്കൊരു കുറച്ചും കൂടെ ഒന്നായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പൾപ്പ് നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന പൾപ്പ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് നാരങ്ങ പിഴിഞ്ഞെടുക്കാം. പഞ്ചസാര ഇങ്ങനെ തിളച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒട്ടുന്ന പരുവൊന്നും വേണ്ട. നമുക്കതിലേക്ക് നേരത്തെ അടിച്ചു വെച്ച പൾപ്പ് ചേർത്ത് കൊടുക്കാം. ഓക്കെ,
ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇതാന്നുണ്ടാ നിങ്ങൾ കാണുന്നുണ്ടോ ഒരു സോൻ പപ്പടി കണ്ട അപ്പുറത്ത് നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാ സോൻ പപ്പടി. ഞാനിതൊക്കെ ഇപ്പോഴാണ് എനിക്കിതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നും ഇതിൻ്റെ പേര് ഇതാണെന്നും ഒക്കെ അറിയുന്നത്. പൊട്ടിച്ചോ ഇതൊക്കെ ചോറ് എന്തിട്ട് തിന്നാം. പകുതിയല്ല ഒരു പീസ്. ഓക്കെ. സ്ക്വാഷ് ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാം ഈ മാങ്ങയുള്ള സമയത്ത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തുടരെ നമ്മൾ ഈ മാങ്ങ ഒഴിച്ചതിന് ശേഷം തുടരെ ഇളക്കണം. എന്നെ വീശിത്തിരി കേട്ടോ, നല്ല വെച്ചാ കേട്ടോ. മതി താങ്ക് യു. ഇതിനകത്ത് നാരങ്ങ നീര് ചേർത്തായിരുന്നു, 2 നാരങ്ങയുടെ. അപ്പോൾ ക്യാമറ ഓഫായിരുന്നു കേട്ടോ. അത് കാരണം നിങ്ങളെ കണ്ടു കാണുമെന്ന് അറിഞ്ഞില്ല. 2 നാരങ്ങയുടെ നീരാണ് ഞാൻ ഇതിനകത്ത് ചേർത്തേക്കുന്നത് കേട്ടോ. നമുക്കൊരു ടേസ്റ്റിന് വേണ്ടി സ്വല്പം ഒരു നുള്ള് ഉപ്പ് പൊടിയും കൂടെ ചേർക്കാം. ഓക്കെ. 1 മാസം 2 മാസം വരെയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ. ആരെങ്കിലും ഒന്ന് വന്നാൽ നമുക്ക് കുറച്ചിത് ഒരു ഗ്ലാസ്സിലൊഴിച്ച് ബാക്കി വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് സ്ക്വാഷായിട്ട് ഉപയോഗിക്കാം. ഏറ്റവും നല്ലതല്ലേ നമുക്ക് ഈ സമയത്തൊക്കെ ഇച്ചിരി മെനക്കെടണം. അത് കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അല്ല ടാങ്കൊക്കെ കലക്കുന്ന നടക്കും. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള സാധനമല്ലേ ഈ മാങ്ങ എന്നൊക്കെ പറഞ്ഞാൽ. അതിനകത്ത് ആൻറ്റി ഓക്സിഡൻറ്റ്, അതുപോലെ തന്നെ വൈറ്റമിൻ സി, അങ്ങനെ ഒരുപാട് വിറ്റാമിന്, ആരോഗ്യപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുള്ളൊരു സാധനമാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഇവിടുത്തെ മാങ്ങ എന്ന് പറഞ്ഞാൽ. വയലിട്ട അലിഞ്ഞു നാരില്ലാത്ത മാങ്ങ കേട്ടോ. ഞങ്ങളെ ഈ വീട്ടിൻ്റെ മുമ്പിൽ നിൽക്കുന്ന 2 മാങ്ങയ്ക്കും നാരില്ല. പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല അങ്ങ് തിന്നാനേ കൊതി വരുന്നു കേട്ടോ. കുറച്ചൊക്കെ പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിതിൻ്റെ പകുതി ആ ഇത് വീണത്, പൊട്ടിയെന്ന് പറഞ്ഞാൽ നല്ല മാങ്ങ തന്നെയാണ്, പൊട്ടിയെന്നേ ഉള്ളു തറയിൽ വീണ്. ആ മാങ്ങയാണ് നമ്മളിവിടെ സ്ക്വാഷ് ആക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മളുടെ മാങ്ങയുടെയൊക്കെ ഇതായി നമ്മൾ നാരങ്ങ നീര് ചേർത്ത് സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തായിരുന്നു കേട്ടോ. കാരണം ഇനി അതണക്ക് തന്നെ നമ്മൾ ഒഴിച്ച് ഗ്ലാസ്സിനകത്തൊക്കെ ഒഴിച്ച് കുടിക്കുമ്പോൾ മധുരം കുറവാണെങ്കിൽ നമുക്ക് അല്പം പഞ്ചസാരയും കൂടെ ചേർക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് പഞ്ചസാര പാനി പോലെ ആക്കി കുപ്പിയിലാക്കി വെച്ചാൽ ഇതിനകത്ത് മധുരം കുറവാണെങ്കിൽ അതും കൂടെ നമുക്ക് ഇച്ചിരി ചേർത്ത് ഒഴിച്ച് കൊടുക്കുക. പണ്ടിവിടെ നമ്മളെപ്പോഴും ബോഞ്ചിയും ഇതണക്ക് തന്നെ നറുനണ്ടി നാരങ്ങയൊക്കെ ചേട്ടന് കടയിലുള്ളപ്പോഴൊക്കെ നമ്മൾ ഉണ്ടാക്കുമെന്ന് പറയുന്നത്. ഞങ്ങൾക്കൊക്കെ ഒരു ജോലിയായിരുന്നു. പഞ്ചസാരയുടെ അഴുക്കൊക്കെ കളഞ്ഞ് നമുക്കിവിടെ മറ്റേ കോളാടെയൊക്കെ പരിപാടി ഉണ്ടായിരുന്നല്ലോ. നമ്മളുടെ മാങ്ങ ജ്യൂസ് ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓക്കെ. എല്ലാവരും ഇത് തണുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ ഗ്ലാസ്സിലേക്ക് കുടിച്ച് കാണിച്ചിട്ടേക്കാം കേട്ടോ. അപ്പോൾ നമുക്കെല്ലാം നല്ലത് കിട്ടി എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതിനൊക്കെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ അയച്ചു കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ പരുവം. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് ജ്യൂസ് കുപ്പിയിലോട്ടാക്കിയാണ്, തണുത്തിട്ടുണ്ട്. നമുക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അടുത്ത വിഭവം ഉണ്ടാക്കാനായിട്ട് പോകാം. ഇതിലേക്ക് ഞാനൊരു 3/4 കിലോയോളം പഞ്ചസാര ഇടുകയാണ്. മധുരം വേണമെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാം കേട്ടോ.
ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കുക. ഇതിലേക്ക് നമുക്ക് 1 കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഞാൻ ജ്യൂസിന് ചേർത്തിട്ടില്ല, അതേ കണക്ക് തന്നെ ഇരിക്കട്ടെന്ന് വിചാരിച്ചു. ഇതിനിച്ചിരി ഒരു മണത്തിന് വേണ്ടി ഒരു പട്ട ഇട്ട്, കറുകപ്പട്ട. ഇത് നമ്മൾ നല്ല അലിഞ്ഞ് വരട്ടെ. നമ്മൾ പഞ്ചസാര ഒക്കെ ഒരുവിധം ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഈ പട്ട അങ്ങ് എടുത്ത് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് മാങ്ങയുടെ പൾപ്പ് ചേർക്കാം. പറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു വഴുവഴുപ്പ് രൂപ, നമുക്ക് ആ നൂല് വരുവൊന്നും വരേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് മതി. ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന, നമ്മൾ നേരത്തെ സ്ക്വാഷ് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി 2ആയിട്ട് എടുത്ത് വെച്ചിരിക്കുകയെന്നല്ലേ, ആ മാങ്ങ നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് കൊടുക്കണം കേട്ടോ. എണ്ണപ്പലഹാരം പൊരിക്കുന്ന കണക്കുണ്ടല്ലേ. കരണ്ട് വെച്ച് ഒരു അത്രയ്ക്ക് തിക്കാണിത്. നമ്മുടെ മാങ്ങയെല്ലാം ഇട്ട് നമ്മളിത് വേവിച്ച് മാങ്ങയാണേ, നമ്മൾ കുക്കറിലിട്ട് വേവിച്ച മാങ്ങയാണ്. നമ്മൾ നല്ല പഴുക്കാത്ത മാങ്ങയുണ്ടാണ് അങ്ങനെ ചെയ്ത്. അപ്പോൾ അല്ലെങ്കിൽ അവർക്ക് കട്ടി തോന്നും. ഇതാകുമ്പോൾ നല്ല സ്മൂത്തായിട്ടിരിക്കും. ഇത് നമുക്ക് ഇതിനകത്തുനിന്ന് വറ്റിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് 1-2 വസ്തുക്കളും കൂടി ഇതിനകത്ത് ചേർക്കണം. നമ്മളെ ജാമിങ്ങനെ റെഡിയായി വരട്ടെ. അപ്പം നമ്മൾ ഈ മാങ്ങ തറയിൽ വീണ് പൊട്ടിത്തെറിച്ച മാങ്ങ കൊണ്ടുണ്ടാക്കിയ 2 വിഭവങ്ങളാണ് കേട്ടോ. അപ്പം നമുക്ക് വിളഞ്ഞ മാങ്ങ, അപ്പം നല്ല, ഈ മാങ്ങയ്ക്ക് വലിയ പുളിയില്ല, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത്. നല്ല മഴയാണ് കേട്ടോ, നല്ല മഴ. ഇവിടെ ഒരു ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ മുറ്റത്തൊക്കെ നല്ല വെള്ളം നിറയും. അങ്ങനെ ഇത് ചെറുതീയിലാണ് കേട്ടോ. ഇനി നമുക്ക് തീ കൂട്ടിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല നമുക്ക് വറ്റി വരുന്ന സമയം നമുക്കറിയാം. മഴ തുടങ്ങിയതേ ഉള്ളൂ. എല്ലാവരും നല്ലതായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സുരക്ഷിതരായിരിക്കണം. ഇപ്പോൾ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പം തന്നെ ആയാലും നമ്മളിപ്പോൾ ഒരുപാട് കുഴികളും മറ്റുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം വാഹനത്തിലായാലും നടന്നായാലും യാത്ര ചെയ്യേണ്ടത്. വെള്ളക്കെട്ടിൽ എവിടെ കുഴിയുള്ളതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ഇപ്പോൾ ബൈപ്പാസിൻ്റെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഒരുപാട് കുഴികൾ അവിടെ ഇവിടെ എല്ലാം ഉണ്ട്. അപ്പം വാഹനത്തിലായാലും കാൽനടയായാലും സഞ്ചരിക്കുന്നവരെല്ലാം വളരെ ശ്രദ്ധയോടും യാത്ര ചെയ്യണം കേട്ടോ. എത്ര ശ്രദ്ധിച്ചാലും നമുക്ക് സംഭവിക്കാനുള്ളത് സംഭവിക്കും, അത് വേറൊരു കാര്യമാണെങ്കിലും എല്ലാവരും സുരക്ഷിതരായിരിക്കണം കേട്ടോ. നമ്മളുടെ മാങ്ങ ഇങ്ങനെ പറ്റി വരികയാണ്. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് മാങ്ങയുടെ ജാമാണ്, മാംഗോ ജാം. നേരത്തെ നമ്മൾ സ്ക്വാഷ് ഉണ്ടാക്കി, അത് നമ്മൾ പച്ചമാങ്ങയുമല്ല പഴുത്ത മാങ്ങയുമല്ല, രണ്ടിനും ഇടയിൽ വിളഞ്ഞ മാങ്ങ വെച്ച്. പച്ചമാങ്ങ പുളിയൊക്കെ ഇല്ല, നമ്മൾ പൊട്ടിത്തെറിച്ച മാങ്ങ കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ജാമ. അതൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്ത് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ നാരങ്ങാ നീരാണ്. ഈ നാരങ്ങാ നീരും ഞാൻ സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. വേറെ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ചേർക്കുന്നില്ല, എല്ലാം നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാങ്ങയുടെ എസൻസൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഞാനതൊന്നും ചേർക്കുന്നില്ല, കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനുള്ളതായതുകൊണ്ട്. നമ്മളിത് ഓട്ടുരുളിയിലൊക്കെ ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. കാരണം ഇത് പെട്ടെന്നിങ്ങനെ എനിക്ക് കൈക്കും അത്ര വയ്യാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇതിനകത്താക്കിയ പെട്ടെന്ന് ഇളവിയും വരുമല്ലോ. അപ്പം നമ്മളുടെ അതാ ഒരുവിധം ശരിയായിട്ടുണ്ട്. നമുക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ നാരങ്ങയ്ക്കകത്ത് തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒക്കെയാണ് കളർ. നമുക്ക് ഇച്ചിരി കളറിന് വേണ്ടി നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല. മഞ്ഞളിൻ്റെ ഒന്നും അങ്ങനെയൊന്നും വലിയതായിട്ട് ടേസ്റ്റുകൾ ഇതിനൊന്നും മാറ്റമൊന്നും വരത്തില്ല കേട്ടോ. മഞ്ഞൾപ്പൊടിയുടെ ചെവയൊന്നും നമുക്ക് വരത്തില്ല, കുറച്ചല്ലേ ചേർക്കുന്നുള്ളൂ. നമ്മളിവിടെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്ത് ഒരു വസ്തുവും കൂടെ ചേർക്കണം കേട്ടോ. ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ് പൊടിയും കൂടെ നമുക്ക് ചേർക്കാം. കാരണം ഈ മധുരം നമുക്ക് ക്രമീകരിക്കാനായിട്ട് നല്ലതാണ്. ഇച്ചിരി മധുരം ഉള്ളതിനൊക്കെ ശകലം നമ്മൾ പായസത്തിൽ തന്നെ ശകല ഉപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞാലും ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ. ഒരു പൊടിക്ക് ഉപ്പ് ചേർത്തെന്നും പറഞ്ഞ് ഉപ്പിൻ്റെ ഒരു ചെവയൊന്നും മുന്നിട്ട് നിൽക്കത്തില്ല കേട്ടോ. നമ്മൾ ഒരു ശകലവും കൂടെ നമുക്ക് ഇങ്ങനെ ഇവിടെ ഒരു പാലം വരുന്നത് വരെ നമുക്ക്
ഇത് ഇളക്കി കൊടുക്കുക. അതായിട്ട് മുറിഞ്ഞ് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇതാണ് എൻ്റെ പരിപാടി. ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് കേട്ടോ. നമ്മുടെ ജാമ് ഇനി ഒരുപാട് തിക്കാവേണ്ട ആവശ്യമില്ല. നമ്മളെ ജാമ് ഇവിടെ ശരിയായി കണ്ട, വിട്ടൊന്നും വീഴുന്നില്ല കണ്ട. ഇങ്ങനെയാണ്. എന്നിട്ട് അരിവിന് നല്ല വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കൂടുതലിട്ട് കഴിഞ്ഞാൽ ഒരുപാട് തിക്കായി പോവും. നമ്മൾ തീ ഓഫ് ചെയ്യാം കേട്ടോ. നമ്മുടെ ജാം ഇവിടെ നല്ല റെഡിയായി. ഒരു ഇച്ചിരിയുടെ നേരത്തെ കുപ്പിയിലാക്കേണ്ടായിരുന്നു. അപ്പം എനിക്ക് ഒരു കടയിലൊന്ന് പോകണമായിരുന്നു. അപ്പം അത് കാരണം എനിക്ക് ഇച്ചിരി താമസിച്ച് പോയി. അപ്പോൾ ഇച്ചിരി കട്ടിയൊക്കെ ആയി. അത് ഞാൻ കുപ്പിയിലൊക്കെ ആക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. ഉണ്ടല്ലേ നമ്മളെ ജാം അടിപൊളിയാണ് കേട്ടോ. എന്താ നമുക്ക് കുപ്പിയിലോട്ടായി അല്ല, ഒരു ഇളം ചൂടോടെയാണ് നമ്മൾ കുപ്പിയിലാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ ഒരു കല്യാണത്തിന് ഉടുക്കാനായിട്ടൊരു സാരിയൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് പോയായിരുന്നു. അപ്പോൾ ഈ ജാമൊക്കെ ആക്കി വെച്ചിട്ടാണ് പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇച്ചിരി നല്ല അങ്ങ് തണുത്തു പോയി. ഇപ്പോൾ അന്തരീക്ഷം ചൂടല്ലല്ലേ, നല്ല തണുത്തിരിക്കുകയല്ലേ. അപ്പം ഞാൻ കണ്ട അമർജ്യോതിസ് ടെക്സ്റ്റൈൽസ് അവിടുന്ന് ഞാൻ സാരിയൊക്കെ പിടിച്ചു കേട്ടോ. നല്ല ഞങ്ങൾക്ക് എത്രയോ വർഷത്തെ പഴക്കമുള്ള ഒരു ടെക്സ്റ്റൈൽസാണ്. ഞങ്ങളെല്ലാ സാധനങ്ങളും അവിടെ നിന്നൊക്കെ അടുത്ത് നമ്മളെപ്പോഴും മേടിച്ചുകൊണ്ടിരിക്കുന്നത് ബ്ലൗസുകളൊക്കെ ആണ്. പണ്ടൊക്കെ ആയാലും എല്ലാ ബ്ലൗസുകൾക്കൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് നേരത്തെയൊക്കെ പർച്ചേസ് ചെയ്തത്. എല്ലായിടത്തുനിന്നും പർച്ചേസ് ചെയ്യും, ഒരിടത്തുനിന്ന് മാത്രമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അപ്പോൾ ഈ അമർജ്യോതി ഞങ്ങൾക്ക് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥാപനം. അത് ഞങ്ങളുടെ കടപ്പാക്കടയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് കേട്ടോ. ജ്യോതി സിൽക്സ് ടെക്സ്റ്റൈൽസ് എന്ന് പറയും ഞങ്ങൾ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആണെങ്കിൽ നല്ല റിഡക്ഷനൊക്കെ നടക്കുക. നമ്മൾ കോട്ടൺ വസ്ത്രങ്ങൾക്കെല്ലാം റിഡക്ഷൻ. അങ്ങനെ മാതൃഭൂമി പത്രത്തിലെ പരസ്യം കണ്ടുകൊണ്ട് ഞാൻ ഇന്ന് മഴ ഇച്ചിരി മാറി നിന്നു കൊല്ലത്ത്. അപ്പം ഞാൻ വിചാരിച്ച് ആ സമയത്ത് പോയി ഇച്ചിരി പലചരക്ക് സാധനങ്ങളും ഈ ഒരു സാരിയും കൂടെ ഒക്കെ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇച്ചിരി ജ്യൂസൊക്കെ കുടിച്ച് നിങ്ങളെ കാണിച്ചു തരാം എന്ന്. എനിക്ക് 2 സാരി ഞാനെടുത്ത് നല്ല ലാഭമുണ്ട് കേട്ടോ. കാരണം നമുക്ക് എനിക്ക് ഈ കളറില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ കളറിലൊരു സാരി എടുത്ത് നമുക്ക് നല്ല ഒരു പ്രൊഡക്ഷൻ ആയതുകൊണ്ടാണ് അവർ ഇത്രയും വില കുറച്ച് തരുന്നത്. 1300-നകത്തൊക്കെ വിലയുള്ളൂ ഇതിന് കേട്ടോ. ഈ വിലയുടെ ബില്ല് നോക്കണം. അത് കണക്ക് തന്നെ ഇത് കണ്ടോ, ഇത് വളരെ നിങ്ങളിത് കണ്ടപ്പോൾ നല്ലതായിട്ടല്ലേ നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ വളരെ ഒരു 660 രൂപയ്ക്കകത്തങ്ങടെ ആയിട്ടുള്ളൂ കേട്ടോ. നല്ല രസമുണ്ട്. കാരണം നമുക്കിപ്പോൾ എല്ലാവർക്കും എനിക്കങ്ങ് നല്ല ഇഷ്ടപ്പെട്ടു. കണ്ടോ മുന്താണിയൊക്കെ നിങ്ങൾ കണ്ട. ഇതിനകത്ത് ബ്ലൗസും ഉണ്ട്. ഞാനിതിന് ആ ബ്ലൗസ് മേടിച്ചില്ല. ഞാൻ ഇതിന് കലങ്കാരിയുടെ ഒരു ബ്ലൗസാണ് എടുത്തത്. ഈ ബ്ലൗസ് വെട്ടയെടുക്കണ്ടെന്ന് വിചാരിച്ചു. കണ്ടോ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ 600 രൂപയ്ക്കൊക്കെ നമുക്ക് നല്ല ലാഭമായിട്ടാണ് എനിക്ക് തോന്നിയത്. കണ്ടോ വലിയ അങ്ങ് എടുത്ത് അറിയുന്ന കണക്കുള്ള ഇതുമല്ല. നല്ലൊരു പച്ച. എനിക്ക് ഈ പച്ചയും ഇല്ലായിരുന്നു. അപ്പം ഞാനിത് 2 സാരികളാണ് ഞാൻ സെലക്ട് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. ഇത് ഒരു വെറൈറ്റി കണക്ക് എനിക്കും തോന്നി ഇതേ. അപ്പോൾ ഇതെൻ്റെ മുന്താണി ഒരുപാടങ്ങ് വലിയ ഇതുമില്ല. കണ്ടോ ഈ സാരി 2 സാരികൾ ഞാനെടുത്തു. നല്ല ലാഭമുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെല്ലാം അവിടെ പോയി സാരിയൊക്കെ എടുക്കണം. എല്ലാ സാധനത്തിനും വിലക്കുറവൊക്കെ ഉണ്ട് കേട്ടോ. പലചരക്കുമൊക്കെ കുറച്ചൊക്കെ മേടിച്ച് അവിടെ നിന്ന് വന്നപ്പോഴത്തേക്ക് വിയർത്ത്. പുറത്ത് മഴയൊക്കെ പെയ്യുന്നുണ്ട്. എന്നാലും ഞാൻ ഉണ്ടാക്കിയ ജ്യൂസൊക്കെ അല്ലേ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. നമ്മളൊരിച്ചിരി മിക്സിയിലിട്ട് ഇച്ചിരി വെള്ളമായിട്ട് കുടിക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റായിരിക്കും. ഇപ്പോൾ ഇച്ചിരി കട്ടിയിലിരിക്കുകയാണല്ലോ. ഞാനിത് വെള്ളവും ചേർത്ത് അടിച്ചുകൊണ്ട് വന്ന് നിങ്ങളെ കാണിച്ചു. നിങ്ങളിത് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് 1 മാസം വരെയൊക്കെ കേടാകാതിരിക്കും കേട്ടോ. ഒത്തിരി ഒന്നും നമുക്ക് വേണ്ട കേട്ടോ. അതാണ്ട് ഞാൻ വളരെ കുറച്ച് ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഞാനിച്ചിരി വെള്ളവും കൂടെ ചേർത്ത് അടിച്ചിട്ടുണ്ട്. കുടിച്ച് ഞാൻ തന്നെ ഞാനിങ്ങനെ മിക്സിയിൽ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഗ്ലാസ്സിലോട്ട് വയ്ക്കാം. കണ്ട എന്ത് സൂപ്പറായിരിക്കുന്നല്ലേ. കണ്ട ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ട
ഇതിനകത്ത് നമുക്ക് അല്പം മിൻറ്റ് ഇടാം, ഇവിടുത്തെ ഇരിക്കുന്നതാണ് ഒരു ഭംഗിക്ക് വേണ്ടി കേട്ടോ. നമ്മുടെ ജാം ഇവിടെ റെഡിയായിട്ടുണ്ട്, സ്ക്വാഷ് ഇവിടെ റെഡിയായിട്ടുണ്ട്, ഇതേ ഞാൻ കുടിക്കാനുള്ള ജ്യൂസ് ഇവിടെ റെഡിയായിട്ടുണ്ട്. കാരണം ഇത് സ്ക്വാഷിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമ്മൾ കുറേ നാൾ നമ്മൾ ഉപയോഗിക്കുക. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. എന്താ ജാം കണ്ട നല്ലതായിട്ടിരിക്കുന്നില്ലേ. ഞാൻ പിന്നെ കുറച്ചൊക്കെ മോള് കൊണ്ടുപോയി അനിയന് കൊടുത്ത് അത് കഴിഞ്ഞിട്ടാണ് വീഡിയോ ആക്കിയത്. അപ്പം നമുക്ക് കുറച്ചുണ്ടായിരുന്നല്ലേ മാങ്ങായി. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിത് കുടിക്കട്ടെ, എനിക്ക് മിൻറ്റ് മാറ്റി വയ്ക്കാം. നല്ല മധുരമുണ്ട് കേട്ടോ, നല്ല മധുരം. അപ്പം നിങ്ങൾ കുറച്ച് വെള്ളമൊക്കെ ആവശ്യത്തിന് ചേർത്ത് കുടിക്കണം കേട്ടോ. വളരെ കുറച്ച് ഒഴിച്ചാൽ മതി. ഗ്ലാസിൻ്റെ ഒരു കാൽഭാഗം ഒഴിച്ചിട്ട് മിക്സിയിലടിച്ച്, ഇതിനകത്ത് ഞാൻ ഐസ് ഇടുന്നില്ല, മഴയൊക്കെ ആയതുകൊണ്ട് ഐസും കൂടെ ഒക്കെ ഇടാമെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാം അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളെ ജാം എങ്ങനെ ഉണ്ടെന്ന് നോക്കണമല്ലേ. നമ്മളെ സീമാസ് ബേക്കറിയിൽ നിന്നല്ലേ രാത്രിയിൽ മേടിച്ചതാണ് കഴിക്കാനായിട്ടേ. അപ്പം അതിനകത്ത് 2 പീസ് എടുത്ത് നമുക്ക് ജാമും കൂടെ ചേർത്ത് എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം. നമ്മളെ ജാം കണ്ട കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ഇച്ചിരി മാങ്ങ കിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെ ആക്കി വെച്ചാലേ ഗുണസമ്പുഷ്ടമല്ലേ മാങ്ങ. കണ്ടല്ലേ, നിങ്ങൾ കണ്ടല്ലേ. അപ്പം ഞാൻ എന്തായാലും ഒരു പീസും കൂടെ എടുത്ത് വെച്ച് നമുക്കിത് കഴിക്കാം. നമ്മൾ മാങ്ങ കൊണ്ട് സൂപ്പർ കേട്ടോ. നമ്മൾ എന്തിനാ കടയിൽ നിന്ന് കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഒരു ദിവസം ഒരു ഇച്ചിരി ഇതിപ്പോൾ ഞാൻ 9:30 തുടങ്ങി 10:30 ആയപ്പം തീർന്നു. 1 മണിക്കൂർ എടുക്കേണ്ടി വന്നു. കൈയൊക്കെ വയ്യായിരുന്നു, ഇടത്ത് കൈയും വലത് കൈയൊക്കെ ചേർത്ത് ഇങ്ങനെ ഇടയ്ക്കൊക്കെ. ആദ്യം നമുക്ക് പാടില്ല, അവസാനം ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. കാരണം നല്ല വലിയ കുമ്പളയൊക്കെ വരുമ്പം നമ്മൾ സൂക്ഷിക്കണം, കാരണം തിളച്ച് നമ്മളെ ദേഹത്തൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച്, കാരണം നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പം വന്നു. പിന്നെ ഉരുളിയിലൊക്കെ ആക്കിയാണെങ്കിൽ ഇതിലും നല്ല ഗുണസമ്പുഷ്ടമായിരിക്കും കേട്ടോ. ഞാൻ പിന്നെ ഈ ഇളവി വരുന്നതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തേട്ടോ. അടിപൊളി, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മളെ ഇത് കണ്ട കടയിൽ നിന്നൊന്നും നമ്മൾ മേടിക്കേണ്ട, എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഞാൻ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഇനിയും കാണിക്കാം. ഇനിയിപ്പം മാങ്ങാടയാണല്ലോ, ഇനിയും പഴുത്ത മാങ്ങ വെച്ച് ഞാൻ നിങ്ങളെ വെറൈറ്റി വിഭവങ്ങളെല്ലാം കാണിക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.